ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റായി കുമ്മനം രാജശേഖരനെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ ദിനകർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ദിനകർ, ദില്ലി കേന്ദ്രീകരിച്ചുള്ള നിരവധി പ്രമുഖരെ വെട്ടി, ഒപ്പം സംസ്ഥാന നേതൃത്വത്തിൽ ഉള്ളവരുടെ പോലും അസംതൃപ്തിക്ക് ഇടയാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു തീവ്ര പക്ഷക്കാരനായ കുമ്മനം രാജശേഖരനെ അവരോധിക്കുന്നു. ഇത്തരത്തിലായിരുന്നു സജീവമായ ചർച്ചകൾ പുരോഗമിച്ചത്. ഇതിനെ ഒക്കെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് ആ നിലപാടിൽ ഉറച്ചു തന്നെ കേന്ദ്ര നേതൃത്വം നിന്നത്. ഇന്ന് ഔദ്യോഗികമായി കുമ്മനത്തെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിക്കും. വിശദാംശങ്ങൾ. അജിംഷാദ്, ഹിന്ദു ഐക്യവേദി നേതാവ് കുമ്മനം രാജശേഖരനെ ബി.ജെ.പി. അധ്യക്ഷനായി ഇന്ന് ഉച്ചയോടുകൂടി പ്രഖ്യാപിച്ചേക്കും. ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചനകൾ കേന്ദ്രത്തിൽ നിന്നും പുറത്ത് വരികയും ചെയ്തിട്ടുണ്ട്. കുമ്മനം രാജശേഖരനെതിരെ ഒരു വിഭാഗം സംസ്ഥാനത്തു നിന്നുള്ള ഒരു വിഭാഗം നേതാക്കൾ എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ അത്തരം എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വം കുമ്മനം രാജശേഖരനെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തീവ്ര ഹിന്ദുത്വ മുഖമുള്ള കുമ്മനം രാജശേഖരൻ നേതൃത്വത്തിലേക്ക് വരുന്നത് തിരിച്ചടി ഉണ്ടാക്കുമോ എന്നുള്ള ഭയവും ഒരു വിഭാഗം സംസ്ഥാന നേതാക്കൾക്ക് ഉണ്ട്. എന്നാൽ RSSന്റെ ശക്തമായ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം നേതൃത്വത്തിലേക്ക് വരുന്നത്. കുമ്മനം രാജശേഖരൻ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കുന്നതോടുകൂടി സംസ്ഥാന നേതൃനിരയിൽ സമൂലമായ അഴിച്ചുപണി ഉണ്ടാകും എന്നും സൂചനകൾ ഉണ്ട്. അദ്ദേഹത്തിന് കൂടി താല്പര്യമുള്ള ആളുകളെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. അതൊരു പക്ഷേ RSSുമായി അടുത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ RSSന്റെ പ്രമുഖരായിട്ടുള്ള ആളുകളെ കൂടി സംസ്ഥാന നേതൃനിരയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു നീക്കമാവും നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ബി.ജെ.പിയും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള യാത്രയ്ക്ക് ബി.ജെ.പിയും തയ്യാറെടുക്കുന്നുണ്ട്. ഈ യാത്രയുടെ തലപ്പത്തും യാത്ര നയിക്കുന്നതും ഒരുപക്ഷെ കുമ്മനം രാജശേഖരനാകും. തെരഞ്ഞെടുപ്പോടുകൂടി ബി.ജെ.പിയെ സംസ്ഥാനത്ത് വലിയ ശക്തിയാക്കി മാറ്റുക എന്ന ഒരു ദൗത്യം കൂടിയാണ് കുമ്മനം രാജശേഖരനെ കേന്ദ്ര നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ സ്വാഭാവികമായും കുമ്മനം രാജശേഖരന്റെ വരവ് തീവ്ര ഹിന്ദുത്വ മുഖം ഉള്ളതുകൊണ്ട് തന്നെ അത് തിരിച്ചടിയാകും എന്ന് ഒരു വിഭാഗം ഭയപ്പെടുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്ന കുമ്മനം രാജശേഖരന് ദില്ലിയിലുള്ള കുമ്മനം ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വൈകിട്ടോടുകൂടി അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിമാനത്താവളത്തിലും ഒപ്പം ബി.ജെ.പി. ആസ്ഥാനത്തും അദ്ദേഹത്തിന് സ്വീകരണവും ഒരുക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജിംഷ.